അടിപൊളി എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണോ എന്നല്ല. അപ്പം നമ്മളോട് പറയാറുണ്ട് നമ്മൾ പുക വലിക്കരുത് അല്ലെങ്കിൽ സ്മോക്കിംഗ് നമ്മളുടെ ഹെൽത്തിന് ഇഞ്ചുറിയസ് ആണെന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ബയോളജിക്കൽ ലെൻസിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതേ ഒരു ബോട്ടിൽ ഇങ്ങനെ വെള്ളം നിറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു സിഗരറ്റ്, ഒരു കത്തിക്കുന്ന സിഗരറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇവിടെ നമ്മളൊരു ഹോൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ. വെള്ളം ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളം പുറത്തേക്ക് പോകാൻ കാരണം? നമ്മുടെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ പ്രഷർ കാരണമാണ്. ഉണ്ടോ ഇതിലൂടെ ഇപ്പോൾ എന്ത് നിറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ പുക നിറയുന്നത്. അപ്പോൾ ഈ പുകയൊക്കെ എവിടെയാണ് നിറയുന്നത്? നമ്മൾ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് നമ്മളുടെ ലങ്സിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പുക ഇങ്ങനെ നിറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പോവാണ്. ഇതിങ്ങനെ കത്തി തീരുമ്പോൾ നമ്മളുടെ പുക ഇങ്ങനെ ഉള്ളിലേക്ക് പോവാണ്. ഫിസിക്സിനെ പഠിപ്പിക്കണം. ഇവിടെ ഒരു പ്രഷർ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഈ പുക പോകുന്ന സമയത്ത് നമുക്കൊരു കാര്യം ആലോചിച്ച് നോക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ തുള ഉണ്ടാക്കിയപ്പോൾ വെള്ളം പുറത്തേക്ക് പോകുന്നു അല്ലേ? കാരണം പ്രഷർ, ഉള്ളിൽ വെള്ളത്തിനുള്ളിൽ ഫ്ലൂയിഡ് പ്രഷർ ഉണ്ട്. പക്ഷേ അമർത്തേണ്ട ആവശ്യമില്ല, അമർത്തിയില്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് വരും അല്ലേ? കാരണം ഉള്ളിൽ ഫ്ലൂയിഡ് പ്രഷർ ഉണ്ട്. ഞാൻ നിങ്ങളോട് ചെറിയ ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ താഴെ വേറൊരു ഓട്ടം ഉണ്ടാക്കിയാൽ വെള്ളം കൂടുതൽ തെറിക്കുമോ അല്ല ഇത്ര തന്നെ തെറിക്കുള്ളൂ? കമന്റ് ബിലോ. ഓക്കെ, താഴെ ഓട്ടം ഉണ്ടാക്കിയ വെള്ളം കൂടുതൽ വെലോസിറ്റിയിൽ കൂടുതൽ പവർ തെറിക്കുമോ അല്ലെങ്കിൽ സെയിം പോലെയാണോ അല്ലെങ്കിൽ കുറവായിരിക്കുമോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യാം. നല്ലൊരു ചോദ്യമാണ്, +1 നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. മിസ് ഇങ്ങനെ ഇപ്പം നമ്മളുടെ ലങ്സിലേക്ക് കയറുന്ന ഈ ഒരു സ്മോക്കാണ് ഈ ഒരു ബോട്ടിലിനുള്ളിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരൊറ്റ സിഗരറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഇത്രയും സ്മോക്ക്, ഒരു 2 ലിറ്റർ ബോട്ടിലിനകത്താണ് നമുക്ക് ഇത്രയും സ്മോക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ എന്താ, ഇതിൽ കുറേയൊക്കെ ഇവിടുന്ന് ലീക്കായി പോയി. പക്ഷേ നമ്മളുടെ ലങ്സിലേക്ക് പോകുമ്പോൾ ഒന്നും ലീക്കാവില്ല. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും അടിപൊളി പാട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലക്സാറിനെ വിളിക്കാം. അലക്സാർ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതിപ്പോൾ അലക്സാർ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോളിലൂടെ എന്ത് ചെയ്യാൻ പോവാ, ശക്തിയായിട്ട് ഊതാൻ പോവാണ്. മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ സ്മോക്കിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൂടെ ഊതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആദ്യമേ എന്ത് ചെയ്തു, ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ലങ്സിൽ, നമ്മളുടെ സ്പോഞ്ച് പോലെയുള്ള നമ്മളുടെ ലങ്സിൽ എന്താ സംഭവിക്കുന്നത് നമുക്കിത് ഇപ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ കാണാം. ഇതെന്താണ്? ഇതൊക്കെയാണ് നമ്മളുടെ ലങ്സിൽ അടിഞ്ഞുകൂടുന്ന ആ ഒരു ടാർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സിഗരറ്റിലൊക്കെ കാണുന്ന കെമിക്കൽസ്, ടാർ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ഒക്കെയാണ് നമ്മളുടെ ലങ്സിൽ എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റഡ് ആവുന്നത്. ഇതൊരു സിംഗിൾ സിഗരറ്റിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോകെ നമ്മളുടെ ലങ്സിൽ അടിഞ്ഞു കൂടിയിട്ട് നമ്മളുടെ ആൽവിയോളയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കറിയാം എംഫൈസീമ എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ? നമ്മളുടെ ആൽവിയോളയുടെ വോളിൽ ഇങ്ങനത്തെ കെമിക്കൽസ്, ടാർ പോലത്തെ കെമിക്കൽസ് ഒക്കെ ഡെപ്പോസിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാണ്, ആൽവിയോളായി പൊട്ടിപ്പോവാണ്. ഓക്കെ, ആ ഒരു അസുഖമാണ് എംഫൈസീമ. അപ്പോൾ എംഫൈസീമ എങ്ങനെയാണ്, പുകവലി എങ്ങനെയാണ് എംഫൈസീമയ്ക്ക് കാരണമാവുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ.